ഇന്ന് ഞാൻ ഈസ്റ്ററിനുണ്ടാക്കിയ നല്ലൊരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു നോ ഫയർ റെസിപ്പി കൂടിയാണ്. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂക്ക് ബൈറ്റ്സ്. 18 മുതൽ 20 പേർക്ക് വരെ കഴിക്കാവുന്ന പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 3 ടേബിൾ സ്പൂൺ ജെലറ്റിൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചെറിയ തണുപ്പുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ജെലറ്റിൻ ഒരു അരമണിക്കൂർ ഒന്ന് കുതിർന്ന് വരാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ജെലറ്റിൻ കുതിർന്ന് നല്ല ബ്ലൂമായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ജെലറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ചൂടോടെ ഒഴിച്ചു കൊടുക്കുക. ഈ നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ മേലെ ഈ ജെലറ്റിൻ്റെ പാത്രം ഇറക്കി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വെച്ച് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ താഴത്തെ വെള്ളത്തിൻ്റെ ചൂട് ഈ ജെലറ്റിൻ ഇരിക്കുന്ന പാത്രത്തിൽ തട്ടുമ്പോൾ ജെലറ്റിൻ പതുക്കെ ഇങ്ങനെ മെൽട്ടായി വരും. ആദ്യം കുറച്ച് കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ പാത്രം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രീമുകളൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. 1.5 കപ്പ് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ അമുലിൻ്റെ ഫ്രഷ് ക്രീം 1.25 കപ്പ് ഞാൻ ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ചേർത്തു. 1.25 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ആദ്യത്തെ 2 മിനിറ്റ് സ്ലോ സ്പീഡിലും അടുത്ത 4 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഈ ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വരണം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നേരത്തെ കണ്ടതിനേക്കാളും കൂടുതലായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത്. ബോൾ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ബീറ്ററിൻ്റെ ഈ ബ്ലേഡ് എല്ലായിടത്തും എത്തും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 6 മിനിറ്റ് ബീറ്റ് ചെയ്തു. ക്രീം നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് 1 കപ്പ് ചേർക്കുന്നുണ്ട്. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ പാകത്തിനുള്ളൊരു മധുരവും ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഇതൊരു റഫല്ലോ പുഡിംഗ് ആണ്. അപ്പോൾ കോക്കനട്ടിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് 50 ഗ്രാം കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ 2 സാഷയാണ് ചേർത്തത്. ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത ജെലറ്റിൻ ചേർക്കാം. ജെലറ്റിൻ പുഡിങ്ങിൽ ചേർക്കുന്നത് പുഡിംഗ് സെറ്റായിട്ട് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ജെലറ്റിൻ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു അളവിൽ ജെലറ്റിൻ ചേർക്കുമ്പോൾ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പുഡിങ്ങിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള പുഡിംഗ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പുഡിങ്ങിൻ്റെ മേലെ സാധാരണ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാറുണ്ട്. അപ്പം ഞാനത് എൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മുമ്പേ എടുത്ത് വെച്ചാൽ അത് സോഫ്റ്റായിട്ട് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഇനി ഗ്രേറ്റ് ചെയ്ത് മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ 6 മണിക്കൂർ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഞാൻ സാധാരണ ഈ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഓവർനൈറ്റ് തണുപ്പിച്ചെടുക്കുകയാണ് പതിവ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് 2-3 മണിക്കൂർ മുമ്പേ വൈറ്റ് ചോക്ലേറ്റ് പുറത്തെടുത്തു. ഒരു 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത വൈറ്റ് ചോക്ലേറ്റ് ഈ പുഡിങ്ങിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് വേണമെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റായി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. സെറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഇടുകയാണെങ്കിൽ ആ വൈറ്റ് ചോക്ലേറ്റും നല്ല തണുപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. വൈറ്റ് ചോക്ലേറ്റ് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഈസ്റ്ററിന് ഉണ്ടാക്കിയ പുഡിംഗ്. നല്ല രുചിയുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഞാനിത് ഈസ്റ്ററിൻ്റെ അന്ന് കട്ട് ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്യുന്നത് ആദ്യം കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജെലറ്റിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്കൂപ്പ് ചെയ്തിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ബൗളിലുണ്ടായിരുന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ നമുക്ക് പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം.
ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സാധാരണ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കാറുള്ള പുഡിങ്ങാണ്. പൊതുവേ ഇവിടെ എല്ലാവർക്കും ഈ പുഡിങ് വലിയ ഇഷ്ടമാണ്. താഴെ ഒരു ചെറിയ മധുരവും അതുപോലെ മേലെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ചേർന്ന് നല്ലൊരു രുചിയാണ് ഈ പുഡിങ്ങിന്. അതുപോലെ ആ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തതുകൊണ്ട് കോക്കനട്ടിൻ്റെ ഒരു ചെറിയ ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും പൊതുവേ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പീസുമായി കാണാം. താങ്ക്